ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ആരോടും പറയാതെ അവിടുന്ന് പോന്നപ്പോഴേ എനിക്ക് മനസ്സിലായി അമ്മയുടെ അടുത്തേക്ക് വന്നതാണെന്ന്. പ്രസവിച്ചത് സിത്താരയാണെങ്കിലും വളർത്തിയ തങ്കത്തോടാണല്ലോ ഗാതമോൾക്ക് ഇഷ്ടം. സരയു തന്നെ വിളിക്കുന്നത്. ഞാനൊന്ന് സംസാരിച്ചിട്ട് വരാം. ഹലോ, ആ പറ. എന്നിട്ട് പൂജ ചെയ്തുകൊണ്ടിരിക്കുന്ന പെൺകുട്ടിയെ ചുറ്റി വരിഞ്ഞു. എന്നിട്ട് സർപ്പവളെ നെറുകയിൽ കൊത്തി. അറ്റ് ദ സെയിം മൊമെന്റ് ആ കുട്ടി മരിച്ചു. അത് ശരി, ഞാൻ വരുന്നത് നോക്കി ഇരിക്കുകയാണല്ലേ. ഉള്ളില് നല്ല പേടിയുണ്ടല്ലേ. അമ്മേനെ ഇത്രയും ബലത്തിൽ ചേർത്ത് പിടിക്കുന്നത് എപ്പോഴാ? അമ്മയുടെ മനസ്സ് വേദനിക്കുമ്പോഴാ. അമ്മ പേടിക്കണ്ട കേട്ടോ, എനിക്കൊന്നും സംഭവിക്കില്ല. നിന്റെ അത്രയും ധൈര്യം അമ്മയ്ക്ക് കിട്ടുന്നില്ല. നീ പിന്നെ മരണത്തെ വരെ ഏറ്റെടുക്കാൻ ധൈര്യം കാണിച്ചവളല്ലേ. അതൊക്കെ മുമ്പത്തെ കാര്യമില്ലേ അമ്മേ. ഇപ്പൊ അങ്ങനെ മരണത്തെ കുറിച്ചൊന്നും പേടിക്കണ്ട. പൂജകളൊക്കെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. 41-ാം നാള് അത് ഭംഗിയായിട്ട് അവസാനിക്കുകയും ചെയ്യും. പിന്നെന്താ, ഓരോ നിമിഷവും എണ്ണി അമ്മ ജീവിക്കുന്നത്. പേടിക്കണ്ട പേടിക്കണ്ടെന്ന് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ എന്നിട്ടും എവിടെയൊക്കെയോ മനസ്സ് കൈവിട്ടു പോകുന്നുണ്ട്. ഗോപാലിന്റെ സുനന്ദയുടെ മുന്നിലിരുന്ന് എത്രയെന്ന് വെച്ച സങ്കടം പറയുക. കുറച്ചു കഴിയുമ്പോ അവർക്കും തോന്നില്ലേ കൂടെ നിർത്തിയത് തന്നെ ആപത്തായി പോയിന്ന്. അതുകൊണ്ട് മുറിക്കകത്തിരുന്ന് ഒറ്റയ്ക്ക് കരയും, കരഞ്ഞു തീർക്കും. കരയില്ലേ അമ്മേ. അമ്മയുടെ പ്രാർത്ഥന ദൈവങ്ങൾ കേൾക്കാതിരിക്കോ? ഒരിക്കലുമില്ല. ഞാൻ ദൈവങ്ങളോട് അമ്മയുടെ ജീവൻ വേണമെന്ന് പറഞ്ഞപ്പോ അവരത് തിരിച്ചു തന്നില്ലേ? അതുപോലെ എന്റെ ജീവന് വേണ്ടി അമ്മ പ്രാർത്ഥിച്ചാലും അതും കേൾക്കും. ആ ഗോപാലമാമ, കൃഷ്ണമോൾ എപ്പോഴാ വന്നേ? ഞാനിപ്പോ വന്നേ ഉള്ളൂ ഗോപാലമാമ. വരുമ്പതാ ഉമ്മറത്ത് കാത്തിരിക്ക അമ്മ. അല്ല, സുനന്ദേച്ചി എവിടെ? മോളെ സ്കൂളിലാക്കാൻ പോയിരിക്ക. തങ്കം കരഞ്ഞിട്ടുണ്ടല്ലോ. അത് പിന്നെ എന്റെ അമ്മയ്ക്ക് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ അറിയാവുന്ന ഒരു കാര്യല്ലേ, അല്ലേ അമ്മേ? മോള് വാ. ചെല്ലു മോളെ. മോളിങ് വന്നേ. ഗോപാലിനെ മണ്ണാർശാലയിലേക്ക് പറഞ്ഞയച്ച് അവിടുന്ന് പ്രത്യേകം പൂജ നടത്തി ജപിച്ചുകൊണ്ട് വന്ന ചരട. ഇത് മോളുടെ കയ്യിൽ കെട്ടിയാ മതി, പിന്നെ ഒരാപത്തും ഉണ്ടാവില്ല.
കാണിക്കും. നാഗദൈവങ്ങളുടെ അനുഗ്രഹം ഉണ്ടാവും, ഉറപ്പാ മോളെ. മുത്തശ്ശി കളരിക്കെന്ന് സരസ്വതി അമ്മ വന്നിട്ടുണ്ട്. അതെന്താടോ എന്നെ കണ്ടപ്പോ താൻ അകത്തേക്ക് ഓടിക്കളഞ്ഞത്? അത് പിന്നെ സരസ്വതി അമ്മ വരുന്ന കണ്ടപ്പോ തങ്കത്തിനോടൊന്ന് പറയാൻ വേണ്ടി അകത്തോട്ട് പോയതാ. ഞാൻ എല്ലാരെയും ഒന്ന് കാണാൻ വന്നതാ. ആ സരസ്വതി അമ്മ വന്നേ. ആ ആ മുത്തശ്ശി, ആ മുത്തശ്ശി വന്നേ, വാ വാ ഇരിക്ക. ആ മുത്തശ്ശി ഇരിക്ക. ആ ആ. നിങ്ങൾ എന്നെ ഇവിടെ ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലേ? ഞാൻ കണ്ടുപിടിക്കില്ല എന്ന് കരുതിയോ? കണ്ടുപിടിക്കാൻ ഒരു പ്രയാസം ഉണ്ടായില്ല. ലോട്ടറി വിൽക്കുന്ന ഗോപാലിന്റെ വീട് ഏതാന്ന് ചോദിച്ചു. എല്ലാവരും വിരൽ ചൂണ്ടി കാണിക്കുകയും ചെയ്തു. ഇതെന്താ എല്ലാവരും ഇങ്ങനെ ശ്വാസം പിടിച്ചു നിൽക്കുന്നേ? ആരോടും പറയാതെ അവിടുന്ന് പോന്നപ്പോഴേ എനിക്ക് മനസ്സിലായി അമ്മയുടെ അടുത്തേക്ക് വന്നതാണെന്ന്. പ്രസവിച്ചത് സിത്താരയാണെങ്കിലും വളർത്തിയ തങ്കത്തോടാണല്ലോ ഗാതമോൾക്ക് ഇഷ്ടം. Krishna